പാലക്കയം തട്ട്. ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ പാലക്കയം തട്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ദൂരെ മലകളും പുഴകളും ഒക്കെ ക്ലിയറായി കാണാൻ പറ്റും. പക്ഷേ ഇന്ന് നല്ല മഴയായിരുന്നു. ഞാൻ പോയ ദിവസം അവിടെ നല്ല മഴയായിരുന്നു. ഞാൻ വൈകുന്നേരമാണ് അവിടെ എത്തിയത്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇപ്പോൾ നന്നായി മഴ പെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് വ്യൂ പോയിന്റ്. ഇവിടുന്ന് ഈ കുന്നുകയറി മുകളിൽ പോകണം. അവിടെ നിന്നാണ് അടിപൊളിയായിട്ടുള്ള വ്യൂസ് കാണാൻ പറ്റുന്നത്. ദൂരെ മഴ പെയ്യുന്നതൊക്കെ അടിപൊളിയായി കാണാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ്. ഇപ്പോൾ പല മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മഴ കുറഞ്ഞപ്പോൾ ഞാൻ മുകളിലേക്ക് കയറി വന്നു. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അതിമനോഹരമാണ്. മേഘങ്ങളുള്ളതുകൊണ്ട് ദൂരക്കാഴ്ച കുറവാണ്, എന്നാലും കാണാൻ അടിപൊളിയായിരുന്നു. ഇതാണ് മെയിൻ ഫോട്ടോ പോയിന്റ്. ഇവിടെ നിന്നാണ് എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ എടുക്കാറ്. താഴെയുള്ള ദൃശ്യമാണിത്. താഴെ തടാകം പോലെ കാണുന്നത് തടാകമല്ലത് മേഘമാണ്. മേഘങ്ങൾ കൂട്ടമായി വന്നു നിൽക്കുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. മഴ കുറഞ്ഞത് കൊണ്ട് പ്രശ്നമില്ലായിരുന്നു. ഇതിൻ്റെ മുകളിൽ ടെൻ്റൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഇവിടെ രാത്രി താമസിക്കാൻ പറ്റുമായിരുന്നു. കാശ് കൊടുത്ത് ഈ ടെൻറ്റിൽ താമസിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ കാര്യം അറിയില്ല. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 50 രൂപയാണ്, കുട്ടികൾക്ക് 30 രൂപയും. രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ ഇവിടെ ഓപ്പണാണ്. ഇതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ്. വേറെ റെയിൽവേ സ്റ്റേഷനാണ് തലശ്ശേരി. അടുത്തുള്ള എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വഴി വരുന്നവർ ശ്രീകണ്ഠപുരം, ചെമ്പേരി എത്തി അവിടുന്ന് ഇവിടെ എത്തിച്ചേരാം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വഴി വരുന്നവർ മട്ടന്നൂർ എത്തി ഇരിക്കൂർ വഴി ചെമ്പേരി എത്തി അവിടുന്ന് ഇവിടത്തേക്ക് വരാൻ പറ്റും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 53 കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 62 കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക്. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് 44 കിലോമീറ്റർ ഉണ്ട്. വളരെ പ്രശസ്തമായ പൈതൽ മല പാലക്കയം തട്ടിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ മറ്റു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ പറശ്ശിനിക്കടവ്, പയ്യാമ്പലം ബീച്ച്, കണ്ണൂർ കോട്ട, അതുപോലെ തലശ്ശേരിയിലെ തലശ്ശേരി കോട്ട, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്, ഇതൊക്കെയാണ് പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ടുകൾ. പാലക്കയം തട്ടിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ സൂര്യാസ്തമയമാണ്. സൂര്യാസ്തമയം വളരെ മനോഹരമായി ഇവിടുന്ന് കാണാൻ പറ്റും. വൈകുന്നേരം ഇവിടെ എത്തിയാൽ നമുക്ക് എന്തായാലും സൂര്യാസ്തമയം കാണാൻ പറ്റും. രാത്രി 9 മണി വരെ നമുക്കിവിടെ സമയം ചിലവഴിക്കാം. ഇതാണ് സൂര്യാസ്തമയം. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. സ്വർണ്ണവർണ്ണത്തിലുള്ള ആകാശമാണ് അന്ന് ഞാൻ അവിടെ കണ്ടത്. മുമ്പൊരിക്കലും കാണാത്ത ഒരു അനുഭവമായിരുന്നു ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ ദൃശ്യം.
ആകാശം മുഴുവൻ സ്വർണ്ണവർണ്ണത്തിലായിരുന്നു. പിന്നെ കോടമഞ്ഞും. ജീവിതത്തിൽ ഒരിക്കലും മുമ്പ് അനുഭവിക്കാത്ത ഒരു ഫീലിങ്സ് ആയിരുന്നു അന്ന് അവിടെ അനുഭവിച്ചത്. കിടു വൈബായിരുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ വളരെ മനോഹരമായാണ് അന്ന് ഞാൻ അവിടെ കണ്ടത്. നിങ്ങളിവിടെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടുത്തെ സൂര്യാസ്തമയം കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതിമനോഹരമാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അടിപൊളിയാണ്. പറ്റുമെങ്കിൽ ഈ പാലക്കയം തട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കണം. സെപ്റ്റംബർ ടു ജനുവരി ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സമയമാണ്. ഞങ്ങൾ സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞ് ഒരു 7:30-8 മണിയാകുമ്പോഴാണ് ഇവിടുന്ന് പോയത്. ഇത് അവിടെയുള്ള ടീ ഷോപ്പാണ്. താങ്ക് യു.